ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മളെ ഇങ്ങളെയും തെറ്റിക്കുക. ആശുവിന്റെ ഇവളിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ എടുങ്ങേറാക്കുക. രണ്ടാള് പ്രഷറായിട്ട് ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെമി പറഞ്ഞ് ഞാൻ ആരോട് സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നില്ല ഷെമിയെ? കഴിഞ്ഞ 2 ദിവസം മുന്നത്തെ വ്ളോഗിൽ ഇപ്പൊ ഞാൻ ചോദിച്ചത് കണ്ടില്ല എന്താണ് ഗൈസ് സുഖമല്ലേന്ന്. സംഭവം ഞാൻ ചോദിക്കാറുണ്ട്, ഷെമി അങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മളെ ഇങ്ങളെയും തെറ്റിക്കുക, ഇന്നെ ഇങ്ങളെയും തെറ്റിക്കാനുള്ള പരിപാടിയാണുള്ളത്. ഓളെ നമ്മളെ ഇടയിൽ ഒരു ഡിവൈഡ് ആൻഡ് റോൾ കയറ്റുക അല്ലേ, ഭിന്നിപ്പിക്കുക നമ്മളെ ഭിന്നിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഇവളെ ലക്ഷ്യം അല്ലേ? പിന്നെ ഗൈസ് ഇന്നലെ നമ്മള് ബോട്ടിയൊക്കെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ചെയ്യാനും. അപ്പൊ കമന്റിൽ ആരോ ഒന്ന് പറഞ്ഞേക്കണേ, പിന്നെ ഷെമിയെ ബോട്ടിയില് ബിരിയാണി മസാല ചിക്കൻ മസാല ബിരിയാണി മസാല ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു തൂമിക്കുന്ന സമയത്ത്. അതെ, അപ്പൊ അങ്ങനെ ആരോന്ന് പറഞ്ഞ അടിപൊളി ടേസ്റ്റ് ആണ്, നമുക്ക് ഇൻഷാല്ലാ ട്രൈ ചെയ്യണം. പിന്നെ അന്നേരത്തെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ സ്മെല്ല് കുറച്ചുണ്ടെങ്കിലും എനിക്ക് കഴിച്ചപ്പോ നല്ല അടിപൊളി സൂപ്പർ സാധനം. അതെ അതെ, ഉണ്ട്, ഇനിയും ബാക്കിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ടേസ്റ്റ് ഉണ്ടെങ്കിലും അധികം അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ കുറച്ച് എങ്ങനെ കഴിക്കാം. പാർസലും വന്നു ഫ്രൈഡ് റൈസ് പാർസൽ വന്ന്, അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി പാർസൽ വന്ന്, പിന്നെ ബോട്ടി. ഇന്നലെ ഫുള്ള് പെരുന്നാളായിരുന്നു ഇവിടെ. പെരുന്നാള് രാവിലെ കപ്പ ബിരിയാണി രാവിലെ ട്രിപ്പ് ഞാൻ തിന്ന് കപ്പ ബിരിയാണി രാവിലെ തന്നെ അല്ലേ? രാവിലെ തന്നെ കപ്പ ബിരിയാണി വന്നിക്കണ്. എനിക്ക് എന്താ ഇപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ, ഓരോ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എത്തുകയല്ലേ. എന്നിട്ട് കമന്റിൽ ആൾക്കാർ പറയാം ഷെമി പാവാണെന്ന്. എന്ത് പാവം വാണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുതരികയല്ലേ. ഇന്നാരും എന്താ പറയാത്ത പാവാന്ന്, അതൊക്കെ അറിയാം. പിന്നെ എന്റെ മുടിനെ കുറിച്ച് ആർക്കൊക്കെ പറഞ്ഞിരിക്കണം. മുടി ഞാൻ പറഞ്ഞു കൊടുത്താ എന്താ അറിയോ, വാരൂല, കുളിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പോവുക. അതെ, അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഒരുമാതിരി മുടിയായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു മുടി ഒന്ന് നീട്ടുകയും ചെയ്യുക, അതിന്റെ കൂടെ തന്നെ വാർന്ന് സെറ്റ് ആക്കാന്നാ വിചാരിച്ചു. അപ്പൊ നീട്ടിക്കൊണ്ടിരിക്കണ സമയത്ത് ലുക്കിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വർക്കിലല്ലേ കാര്യം, ലുക്കിലല്ലല്ലോ. അപ്പൊ അതെ യൂണിഫോം ചായ കുടിച്ചിനോ? ഇല്ല കുടിച്ചില്ല, ചായ കുടിച്ചില്ല. ഞാൻ വർക്കൗട്ട് ചെയ്തതിന്റെ കോലാണ് ഈ കാണുന്നത്. ഞാൻ ഈ മാറ്റിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്തത്. അതല്ല, എനിക്കില്ലേ ഒന്ന് ഇങ്ങനെ ഈ കിടന്നുകൊണ്ടുള്ള വർക്കൗട്ടിന് എനിക്ക് ബാക്ക് സൈഡൊക്കെ വേദന ഒന്നുമില്ലാണ്ട് സുഖമായിട്ട് മാറ്റ് ആകുമ്പോൾ സുഖമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ വേഗം കുളിക്കുകയും ചെയ്യും. അതാണ് എന്റെ ഒരു പ്രത്യേകത. ഷെമി ഇന്നാലും കുളിക്കൂല, വർക്കൗട്ടും ഇല്ല, വെറും കെടുത്താൻ തന്നെ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, വാ നമ്മള് ഫുഡ് കയ്യിലെടുക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചോളാം. നീ ഒന്നും ഇങ്ങോട്ട് വാ, എനിക്ക് കൈ പിടിക്കണം. പിന്നെ കൂടുതൽ പെണ്ണുങ്ങൾക്കും എന്താ പറയാ ഭയങ്കരമായിട്ട് ഭർത്താക്കന്മാരെ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഈ പ്രഗ്നൻസി ടൈമിൽ. പക്ഷെ ഷെമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ഷീണവും പിന്നെന്താ പറയുക, അതന്നെ ക്ഷീണമാണ് കാര്യമായിട്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ, പിന്നെ മറ്റേ സ്റ്റിച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇല്ലേ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഭർത്താക്കന്മാർ പറ്റാത്തത്. ചില ആൾക്കാർ സ്മെല്ല് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ക്ഷമിക്കില്ല അല്ലേ. അൽഹംദുലില്ലാ, നല്ലതാ. കാരണം അത് വന്നു കഴിഞ്ഞാൽ പ്രാന്തത്തിൽ അതിരെയാണ് അങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനല്ല, വല്ല ഇൻസൾട്ട് എന്ത് പറയാൻ പറ്റും. ഞാൻ ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് പറയാം. ഐശുവിൻ്റെനും ഇല്ല അന്ന്. ഐശുവിൻ്റെന്ന് ഇവളിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ എടുങ്ങേറാക്കുക. അതായത് എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല, എന്നോട് ഞാനിവിടുന്ന് പോട്ടേന്ന് വിചാരിച്ചു അതിനും സമ്മതിക്കില്ല. ഒരുമാതിരി കുടിക്കാൻ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ലല്ലോ ഷെമി? ഇല്ല, വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ എന്റെ മറവി കൂടിയെ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും ഓർത്ത് വെക്കലില്ല. അല്ല, ഞാൻ ഇങ്ങനത്തെ ഒന്നും ഓർത്ത് വെക്കലില്ല. അതെ, ഇന്നത്തെ തലച്ചോറിന്റെ കാര്യം ആൾക്കാർ ചോദിക്കുന്നത് എന്തായി നോക്കാം.
അപ്പൊ ഇതാക്കുന്ന തലച്ചോറ് ഇന്നലെ ഷെമി ഇതാക്കി സെറ്റ് ആക്കി വെച്ചു. ഇന്നലെ തന്നെ റെഡി ആക്കി വെച്ചതാ ഷെമി ഇത്. അതോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അഥവാ എനിക്ക് രാവിലെ വേണം തന്നെ ഉറങ്ങിപ്പോവുക എന്തോ ചെയ്താൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് പിന്നെ ഉത്തരവാദിത്തമുള്ള ഭാര്യ, അതാണ് അതിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് അല്ലേ? ആ ഏതാ വൈബ് ഓളെ വർത്താനം കേട്ടില്ലേ? അപ്പൊ ഇതാക്കുന്ന നമ്മള് രാവിലെ തന്നെ തലച്ചോറ് ചൂടാക്കിയിട്ട് ഇന്ന് കഴിക്കുകയാണ്. തലച്ചോറ് രാവിലെ തന്നെ ചൂടാക്കി കഴിക്കണേ കൊണ്ട് ചെറിയ അങ്ങോട്ടൊക്കെ ഇന്നലത്തെ ബോട്ടിയാ ഗീസ. ഇന്നലെ പകുതിയേ നമ്മള് കഴിച്ചുള്ളൂ. പിന്നെ മുബാസ് വിളിച്ചിട്ടുണ്ട് ഓൺ ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മള് ഫുഡ് കൊടുക്കുക. ഞാൻ അവനോട് പറയുന്നുണ്ട് മുബാസെ ഇതുവരെ കാര്യത്തിൽ ഡിമാൻഡ് ആക്കിയില്ലല്ലോ, പിന്നെ എന്തിനാ ആവശ്യമില്ലാതെ ഡിമാൻഡ് ആക്കുന്നു ചോദിക്കുന്നുണ്ട്. ആ ഇത് രാവിലെ തന്നെ ഇവർക്ക് കിട്ടിയ കപ്പ ബിരിയാണി, പാർസൽ വന്ന കപ്പ ബിരിയാണി. എന്തൊക്കെ ഫുഡുകൾ അവിടെ വരുന്നത്. എവിടെ ഇന്നലത്തെ മന്തിയൊക്കെ അല്ല, ഇന്നലത്തെ ഫ്രിഡ്ജിലുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെന്താ മട്ടൻ ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ആ കാര്യത്തിലൊന്നും ഫുഡിന്റെ കാര്യത്തിലൊന്നും നോ ടെൻഷൻ. അപ്പൊ നമ്മളെ കൾച്ചർ ഇതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാവിലെ ഇതുവരെ ആയിട്ട് ഇനി ഫുഡൊന്നും കഴിച്ചില്ല ഷെമിയെ. ആ ഇനി കപ്പ ബിരിയാണി കഴിച്ചു ഞാൻ, പക്ഷെ ഒന്നും കഴിച്ചില്ല. നട്ട്സ് കുറച്ച് കഴിച്ചു അല്ലാണ്ട് കാര്യമായിട്ട് ലേറ്റ് ആയിട്ടുള്ളതേ കഴിച്ചിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊന്നും കഴിച്ചില്ല. കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതൊന്ന് കഴിച്ചിട്ട് ഏതായാലും ഇത് കഴിക്കുന്നതും കൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ബുദ്ധിപരമായിട്ടുള്ളതായിരിക്കും. തലച്ചോറാണല്ലോ കഴിക്കുന്നത്. നമ്മൾ നോക്കാം ഇന്ന് എന്താവുന്നൊക്കെ ഉള്ളത്. തലച്ചോറും പിന്നെ അതുപോലെ തന്നെ ബോട്ടിയൊക്കെ പ്രോട്ടീനാന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അതൊന്നും എനിക്കറിയൂല കേട്ടോ. ഞാൻ വിചാരിച്ച അല്ല എനിക്ക് അറിയൂല എന്നല്ല, എനിക്കൊരു ഡൗട്ടായിരുന്നു. ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അതിന്റെ എന്താ പറയാ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒന്നും എനിക്ക് അറിയൂല. ഞാൻ ആൾക്കാർ പറയുന്നുണ്ട് പ്രോട്ടീൻ ആണെന്നൊക്കെ. അതിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം എന്തൊക്കെ പ്രോട്ടീനാണ് അതിലുള്ളത് എന്നുള്ളത്. ഞാൻ പിന്നെ പത്തിരിയല്ലേ ഇതിന് കൂട്ടാന്. പത്തിരിയും ബോട്ടിയും അച്ചാണത് പോരെ. തലച്ചോറ് ബോട്ടി പത്തിരി വേറെ ലെവല്. കപ്പ ബിരിയാണി. എന്നെ വിളിക്കാണ്ട് ഇനി ഇരുന്ന് കഴിക്കാല്ലേ. കഴിക്കട്ടെ നടക്കട്ടെ. നമ്മളൊരു കറണ്ട് ആകുന്നില്ല കേട്ടെ. കരട്ട് ഇനി കഴിക്കുന്നതിലേ കരട്ട്. ഇത് പൂള ബിരിയാണി, മറ്റേടാ കപ്പ ബിരിയാണി. പൂളാന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോ ഭാഷ. ഇങ്ങനെ വാരിയിടല്ല രണ്ട്. ഓക്കെ കുറേ ഇടല്ല, കുറച്ച് മതി. നമ്മളൊക്കെ കുറച്ച് ലേറ്റസ്റ്റ് ആയി കളിക്കുന്ന ആൾക്കാരാ. നമ്മളെ ബോട്ട് ഇതാക്കണ അല്ല തലച്ചോറ് ഇതാക്കണ വന്നിക്കണ അതന്നെ വരുന്ന വായില്. എൻ്റെ ഈ പ്ലേറ്റ് ആണല്ലേ ഷെമിയെ. ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ ഭക്ഷണങ്ങൾ എന്തുവായിട്ട് ആക്കി തരികയൊക്കെ ചെയ്ത്. അപ്പൊ ഇങ്ങനെ കഴിക്കൂ ഷെഫി. അങ്ങനെ പറയല്ല, ഇതൊക്കെ ബോട്ട് ഉണ്ടാക്കിയില്ലേ മറ്റേ ഉണ്ടാക്കിയില്ലേ ഇതൊക്കെ ഓൾ ഇഷ്ടത്തിന് ഉണ്ടാക്കിയല്ല, നിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെന്നല്ല, ഓക്ക് പുതിയായിട്ട് ഉണ്ടാക്കിയതൊക്കെ. ഇട്ടാത്തൊരു കുറവിക്ക് വേണ്ട. ഇനി ഉണ്ടാക്കി തന്നിട്ട് കഴിച്ചില്ല എന്നൊന്നും വേണ്ടല്ലോ കേട്ടോ. തലച്ചോറിന്റെ ടേസ്റ്റ് ഒക്കെ ബോട്ടിന്റെ എന്നിട്ട് പറഞ്ഞതല്ലേ. തലച്ചോറില്ലാത്ത ഷെമി തലച്ചോറ് ചുണ്ടുമേലൊക്കെ ഇതാക്കണ എപ്പടി സൂപ്പറാ. ചൂടാക്കണ്ട ഷെമി, ഭയങ്കര ചൂട്. അത്ര ചൂടൊന്നുമില്ല. ഉപ്പ് ശ്രദ്ധിക്കാണ്ട് ഷെമി, അധികം ഇടരുത്. എനിക്ക് പ്രഷറൊക്കെ വന്നാലോ പ്രഷർ വന്നാ എന്താക്കും. പിന്നെ ഞാൻ എൻ്റെ അത് തന്നെ പ്രഷറായി കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കി. ഇപ്പൊ എൻ്റെ അവസ്ഥ രണ്ടാള് പ്രഷറായിട്ട് പൊളി. ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഷെമിനെ സ്റ്റിച്ച് ഇതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്, ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കാണിക്കാനുള്ള ടൈം എന്നാ ഷെമി? ഇന്ന് ബുക്ക് ചെയ്ത് പോരാ. എന്നിട്ട് നമ്മൾ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്നും നമുക്ക് അറിയൂല. ഇന്ന് ഏതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് തലച്ചോറ് എന്നിട്ട് രാവിലെ തന്നെ തലച്ചോറില്ലാണ്ടായി പോയതാ. ഓക്കെ. അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞങ്ങൾ ഏതായാലും ഇഞ്ചക്ഷനൊക്കെ വെച്ച് വരട്ടെ. ഓക്കെ. അപ്പോൾ ഏതായാലും നടക്കാം. തെറ്റാ